ഇന്നുള്ള കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ അല്ല എന്ന് ഞാൻ വ്യക്തമായി പറയുന്നു. ഒറ്റവാക്കിൽ മാത്രം പറയട്ടെ, ഇവിടെ രാഷ്ട്രീയം, മുസ്ലിം രാഷ്ട്രീയക്കാർ ഭിന്നിക്കുകയും രണ്ട് ഭാഗത്തും വലിയ തങ്ങന്മാരും വലിയ പ്രമാണിമാരും നിൽക്കുകയും ചെയ്തപ്പോൾ SSF നിഷ്പക്ഷമായി നിൽക്കണമെന്ന് പറഞ്ഞു. അന്ന് നമ്മൾ രണ്ടു ഭാഗത്തും ചേരണ്ട, നമുക്ക് നിഷ്പക്ഷമായി മുന്നോട്ട് പോകാം എന്ന് പറയുകയും ആ നിലക്ക് SSF മുന്നോട്ട് നീങ്ങുകയും ചെയ്തെങ്കിലും അത് സമ്മതിക്കാതെ കണ്ട് അതൊരിക്കലും നടക്കില്ല, ഇവിടുത്തെ ബഹുഭൂരിപക്ഷത്തിന്റെ കൂടെ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ പ്രസിഡന്റായിരുന്ന ഹൈദർ അലി ശിഹാബ് തങ്ങൾ രാജിവെച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന് എന്റെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ആരും പിരിച്ചുവിട്ടതല്ല, അദ്ദേഹത്തെ പിരിച്ചുവിട്ടതോ പുറത്താക്കിയതോ അല്ല. ഇവിടെ നിഷ്പക്ഷതയോടുകൂടി ഇങ്ങനെ രാഷ്ട്രീയക്കാരെ ഒരാളെയും പ്രത്യേകം സേവിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന ആ അവസ്ഥയിൽ അദ്ദേഹം രാജിവെച്ചു പോയതാണ്. അതുകൊണ്ട് തന്നെ SSF ഇവിടെ പിളർപ്പ് ഉണ്ടാക്കിയിട്ടില്ല, SSF രണ്ട് കക്ഷി ഉണ്ടാക്കിയിട്ടില്ല, രണ്ട് പ്രസ്ഥാനത്തെ ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല എന്ന് എന്റെ പുതിയ തലമുറയായ SSF വിദ്യാർത്ഥികളെ ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയും. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ സ്ഥാപിതമായത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ ആദർശങ്ങൾ നിലനിർത്താനും പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെതിരായി വരുന്ന എല്ലാ വിഭാഗങ്ങളും മതത്തിനും രാജ്യത്തിനും ദോഷമാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തു ലോകത്തിൽ. അൽഹംദുലില്ലാഹ് ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി വരികയാണ്. ഈ അടുത്ത് മൊറോക്കോയിലും മലേഷ്യയിലും അതുപോലെ ഈജിപ്തിലും ജോർഡാനിലുമെല്ലാം ഇസ്ലാമിക് സമ്മേളനം കോൺഫറൻസുകൾ ഉണ്ടായിരുന്നു. ഞങ്ങൾ പങ്കെടുത്തിട്ടുണ്ട്. അതിലെല്ലാം ഞാൻ പങ്കെടുത്തു. അവിടെയെല്ലാം ഉരുത്തിരിഞ്ഞു വന്നത് ഇവിടെ ടെററിസവും ഭീകരവാദവും ഉണ്ടാക്കിയത് സലഫി ചിന്തകൾ മാത്രമാണ്. ഇവിടുത്തെ സലഫി ചിന്തകളാണ് ഇതിനെല്ലാം കാരണമായത് എന്ന് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഇവിടെ എഴുതി വെച്ച യാഥാർത്ഥ്യം ഇപ്പോൾ എങ്കിലും ചിലർക്ക് മനസ്സിലായി. അതാണ് സദാ. കേരളത്തിൽ മലയാള ഭാഷയിൽ എഴുതിയ ഒരു ഭാഷാ സാഹിത്യ ഗ്രന്ഥത്തിൽ 60 കൊല്ലം മുമ്പ് എഴുതിയ ഭാഷാ സാഹിത്യ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്. ഓരോ കക്ഷികളെയും പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ വഹാബി. അത് മുസ്ലിം എഴുതിയതല്ല, ഇവിടുത്തെ ഒരു ഹൈന്ദവൻ എഴുതിയതാണ്. വഹാബി അത് മുസ്ലിമീങ്ങളിലുള്ള മുഹമ്മദീയരിലുള്ള തീവ്രവാദികൾ, മുസ്ലിമീങ്ങളിൽ നിന്നല്ല, മുഹമ്മദീയരിലുള്ള തീവ്രവാദികൾ എന്ന് ആ കാലത്ത് എഴുതി വച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് ഇവിടെ തീവ്രവാദവും ഭീകരവാദവും ഇതെല്ലാം വളർത്തുന്നത് പഴയ ചിന്താഗതി, ദീനിന്റെ ശരിയായ ചിന്താഗതി, അതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് പുതിയ ചിന്താഗതി കൊണ്ടുവരുന്നവർ ആണ് എന്ന്
സമസ്ത കേരള ജമിയത്തുൽ ഉലമ അന്നു തന്നെ മനസ്സിലാക്കിയതിന്റെ പേരിൽ ആലിമീങ്ങൾ മനസ്സിലാക്കിയതിന്റെ പേരിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിക്കുകയായി. പക്ഷേ ഇടക്കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ഏതെങ്കിലും ചില പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിലേക്ക് കൊണ്ടുപോകാൻ ചിലർ ശ്രമിച്ചപ്പോൾ ബഹുമാനപ്പെട്ട താജുൽ ഉലമ അസ്സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി നവ്വറല്ലാഹു മർഖദഹു ആമീൻ മഹാനവതികളുടെ നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വരികയായി, ധൈര്യത്തോടെ ഇറങ്ങി വരികയായി. ഈ സംഘടന സ്ഥാപിച്ച ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചത് കൊണ്ട് ഞങ്ങൾക്കിനി ഇതിൽ ഇരിക്കാൻ പറ്റില്ല എന്ന് സഹോദരങ്ങളെ, ആ ഒരൊറ്റ നെയ്യത്ത്, ആത്മാർത്ഥമായ നെയ്യത്ത് ഉണ്ടായ കാരണം കൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ താജുൽ ഉലമയുടെ നേതൃത്വത്തിൽ, അതിനുശേഷം ബഹുമാനപ്പെട്ട എം എ ഉസ്താദിന്റെ നേതൃത്വത്തിൽ, ഇന്ന് റഈസുൽ ഉലമ സുലൈമാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ആ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പൂർവോപരി ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, വളർന്നുകൊണ്ടിരിക്കുകയാണ്, യാതൊരു സംശയവും ഇല്ല. അതുകൊണ്ട് നാം ഇവിടെ വൈരാഗ്യം വളർത്താൻ അല്ല, ഛിദ്രത വളർത്താനല്ല, തമ്മിലടിപ്പിക്കാൻ വേണ്ടിയല്ല, മറ്റ് സഹോദരന്മാരോട് വിരോധം കാണിക്കാനല്ല, മറ്റ് മതക്കാരോട് വിരോധം കാണിക്കാനല്ല. നിങ്ങൾ നോക്കിപ്പോ മർക്കസ് അൽഹംദുലില്ലാഹ് കഴിഞ്ഞതുകൊണ്ട് നമ്മൾ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് പേടിയാണ്. ഇവിടെ തന്നെ ഈ സ്ഥാപനത്തിൽ തന്നെ താമസിക്കുന്ന ഏതായാലും 10,000-ത്തിലധികം കുട്ടികളുണ്ട്. 20,000-ത്തിലധികം കുട്ടികൾ കൊയിലാണ്ടിയും പൂനൂരും കോഴിക്കോടുമായിട്ട് മർക്കസിന്റെ മെയിൻ ക്യാമ്പസുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നു. ഇവിടെ തന്നെ 10-12,000 കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്ക് ഉപയോഗിക്കാനുള്ള വെള്ളവും അവരുടെ കിടക്കാനുള്ള സ്ഥലവും ഇതെല്ലാം കഴിച്ച് പടച്ചവനെ SSFന്റെ വിദ്യാർത്ഥികൾക്ക് സൗകര്യം ചെയ്യാൻ കഴിയുമോ എന്ന് ഞങ്ങൾക്ക് പേടിയായിരുന്നു. എങ്കിലും അൽഹംദുലില്ലാഹ് ഒരു അത്യാവശ്യം അതെല്ലാം ചെയ്തു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. എന്നാൽ ഈ മർക്കസിന്റെ ചുറ്റുഭാഗത്ത് താമസിക്കുന്ന ഹിന്ദു സഹോദരന്മാർ, മറ്റ് മതക്കാർ, അവർക്കൊന്നും യാതൊരു എതിർപ്പുമുണ്ടായില്ല. അവരെല്ലാവരും ഇതൊരു സമ്മേളനം പോലെ, മർക്കസിന്റെ സമ്മേളനം പോലെ നടന്നിട്ടും